നമസ്കാരം. പിണറായിയുടെ ശരണം വിളി അയ്യപ്പൻ കേൾക്കുമോ? ഭരണം കിട്ടുമോ? കൂടെ നിൽക്കുന്ന വെള്ളാപ്പള്ളിക്കും അങ്ങനെയാണെങ്കിൽ ലാഭമായി അല്ലേ? കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ ആചാരങ്ങളും മതപരമായ സംഘടന ശക്തികളും പലപ്പോഴും ശക്തമായ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. ഒരു ഇടതുപക്ഷ നേതാവ് മതാചാരപരമായ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അവിടെ ശരണമയ്യപ്പയ്ക്ക് പകരം ഭരണമയ്യപ്പ എന്ന് വന്നു എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടതുപക്ഷവും മതവേദികളും തമ്മിൽ എന്താണ് ബന്ധമെന്നല്ലേ? വലിയ വൈരുദ്ധ്യം ഇതിനിടയിലുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിലും കേരളത്തിലും മതേതരത്വത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ പ്രയോഗം ശക്തമായി വിമർശിക്കുന്ന പരമ്പരാഗത നിലപാട് ഇടതുപക്ഷത്തെ സാധാരണയായി ഇത്തരം വേദികളിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പിണറായി വിജയൻ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് ആ ചരിത്രപരമായ നിലപാടിൽ നിന്നുള്ള വലിയ വഴിത്തിരിവ് കൂടിയായിരുന്നു. ഇത് മതേതര നിലപാടിന്റെ ശിഥിലീകരണമാണോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ മതത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചതിനാൽ ഇടതുപക്ഷവും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തീരുകയാണോ എന്ന ചോദ്യവും പ്രസക്തമാണ്. മാത്രവുമല്ല, SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശന്റെ പിണറായി ഭക്തിയും ഈ സംഭവത്തെ സംഭവബഹുലമാക്കിയെന്ന് പറയാതെ വയ്യ. ഈഴവ സമുദായ വിശ്വാസികളുടെ നേതാവായി കരുതപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും പിണറായി വിജയനോടുള്ള അടുപ്പം തുറന്നു പറഞ്ഞ വ്യക്തിയാണ്. നടേശന്റെ പിണറായി ഭക്തി പലപ്പോഴും രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘടനകളിൽ നിന്നും സമൂഹ വിഭാഗങ്ങളിൽ നിന്നും ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി വിജയന്റെ സംഗമ പങ്കാളിത്തം വെള്ളാപ്പള്ളിയുടെ പിന്തുണയ്ക്ക് മറുപടിയായിട്ടാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിച്ചു തുടങ്ങി. വിശ്വാസികളുടെ പിന്തുണ നേടാനുള്ള ഒരു ശ്രമം മാത്രമാണ് പിണറായി വിജയൻ ഇതിലൂടെ നടത്തിയത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2018 ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് ഒരു വിധി വന്നപ്പോൾ അതിനെ ശക്തമായി പിന്തുണച്ച പിണറായി വിജയൻ ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്തുവെങ്കിൽ അതിനു പിന്നിൽ രാഷ്ട്രീയ കാര്യങ്ങൾ പലതുണ്ട്. ഗൗരവകരമായി ഇടതുപക്ഷത്തിന് മതവിഭാഗങ്ങളിലെ സ്വാധീനം കൂട്ടാനുള്ള ശ്രമം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം കാണപ്പെടുന്നത്. പക്ഷേ ഇത് വലിയ വിമർശനത്തിനും തീ കൊളുത്തിയിട്ടുണ്ട്. മതേതരത്തിന്റെ പേരിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നവർക്ക് ഇത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. നടേശൻ പിണറായി കൂട്ടുകെട്ടാണ് പ്രധാനമായിട്ടും ഇതിൽ എടുത്തു പറയേണ്ടത്. നടേശന്റെ തുറന്ന പിന്തുണയും മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തവും ചേർന്നാൽ സമൂഹത്തിന്റെ ഒരു വിഭാഗത്തെ സുസ്ഥിരമായ രാഷ്ട്രീയ പിന്തുണയിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കും. അതേസമയം വിമർശനപരമായി വിലയിരുത്തുമ്പോൾ പിണറായി വിജയന്റെ നടപടി ഏറെ വിമർശിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് പിണറായി വിജയൻ ഉണ്ടായ അയ്യപ്പ ഭക്തി രാഷ്ട്രീയ പ്രേരിതമെന്നല്ലാതെ മറ്റെന്താണ് പറയുക അല്ലേ? എന്നാൽ ആശയപരമായി ഇടതുപക്ഷത്തിന്റെ നിലപാടിനുള്ള വൈരുദ്ധ്യം തന്നെയാണ് പിണറായി വിജയൻ ഇതിലൂടെ കാണിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന്റെ പിണറായി ഭക്തി അതൊരു വ്യക്തിപരമായ ആരാധനയല്ല, മറിച്ച് രാഷ്ട്രീയ സാമൂഹിക ഇടപാടിന്റെ ഭാഷ്യം മാത്രമാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതായത് അടുത്ത കാലത്തായി പിണറായി വിജയനോളം നല്ല മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന വാക്കുകളൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ കേട്ടുനിന്ന് ഞെട്ടിപ്പോയവരാണ് കേരളത്തിലെ ജനത. എന്നാൽ ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പാലമിട്ടവരാണെന്ന് പ്രത്യേകം ഓർക്കുക. സമൂഹത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നേട്ടമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ മതേതര രാഷ്ട്രീയം വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങളെ കുഴക്കാനും നിരാശപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന് പറയാതെ വയ്യ. പിണറായി വിജയന്റെ അയ്യപ്പ സംഗമ പങ്കാളിത്തം ഇടതുപക്ഷത്തിന്റെ മതേതര മുഖത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം ഇതോടകം തന്നെ മാറിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ പിണറായി ഭക്തി ഈ സംഭവത്തിന് കൂടുതൽ രാഷ്ട്രീയ ചൂടും അർത്ഥവുമേകുന്നു. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർത്തികൾ മങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ദീർഘകാല പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. മാത്രവുമല്ല, പിണറായി വിജയൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിന് പോയത് എന്ന കാര്യവും പ്രസക്തമാണ്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ നേതാവും മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ അടുത്തിടെ മതവേദികളിൽ പങ്കെടുത്തത് വലിയ ചർച്ചകൾക്കും ഇതിനോടകം തന്നെ വഴിവെച്ചു. പ്രത്യേകിച്ച് ശരണം വിളി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു രാഷ്ട്രീയ തന്ത്രമാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന മതേതര രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണോ പിണറായി വിജയൻ ചെയ്യുന്നത്? കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത രാഷ്ട്രീയ ഭാഷ്യം മതേതരത്വം തന്നെയാണ്. മതത്തിന്റെ പേരിലുള്ള പ്രചാരണങ്ങളും ആരാധനാവേദികളിലെ സാന്നിധ്യവും സാധാരണയായി ഒഴിവാക്കുന്നതായിരുന്നു അവരുടെ രീതി. എന്നാൽ ഇന്നത്തെ സാഹചര്യം വല്ലാതെ മാറിയിരിക്കുന്നു. മതവിശ്വാസികൾക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള കാലഘട്ടത്തിൽ ഇടതുപക്ഷവും മതവേദികളിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് പിണറായി വിജയന്റെ ശരണം വിളി വോട്ട് ചന്തയിലെത്തുന്നതിന് കാരണമായിരിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ശരണം വിളിയും രാഷ്ട്രീയ സന്ദേശവും എന്താണ് എന്നല്ലേ? വിശ്വാസികളിലേക്ക് അടുക്കൽ തന്നെയാണ് പിണറായി വിജയന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിണറായി വിജയന്റെ മാത്രമല്ല CPM പാർട്ടിയുടെയും ലക്ഷ്യം ഇതൊക്കെ തന്നെ. ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷം നേരിട്ട തിരിച്ചടിക്ക് ശേഷം വിശ്വാസികളുടെ മനസ്സിൽ ഇടം നേടാൻ ശരണം വിളി ഒരു ചിഹ്നമായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മതവിഭാഗങ്ങളുടെ ഐക്യബോധവും വോട്ട് ശക്തിയും ഏറെ നിർണായകമാണ്. ശരണം വിളിയിലൂടെ ഇടതുപക്ഷം പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലെ പിന്തുണ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നുവെന്ന വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. സാമൂഹിക കൂട്ടുകെട്ടുകൾ അവർക്ക് ആവശ്യവുമാണ്. അതുപോലെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും. വിവിധ മത
മതസംഘടനകളുമായിട്ടുള്ള ഇടപെടലുകളും LDFന് ആവശ്യമുണ്ട്. ശരണം വിളി രാഷ്ട്രീയത്തിന്റെ ഭാഗം കൂടിയാണ് ഇതൊക്കെയെന്ന് പറയട്ടെ. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന തന്ത്രങ്ങൾ മാത്രമാണ് ഇതൊക്കെ. നിലവിലെ രാഷ്ട്രീയ സമ്മർദ്ദം അവർക്ക് ഭരണം മാറുമോ എന്ന ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഭരണകാലാവധി അവസാനിക്കുന്നതിനോടൊപ്പം സർക്കാരിനെതിരെ ജനങ്ങളിൽ വിരക്തിയും വിമർശനവും ഉയർന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ആ വിമർശനം ഇല്ലാതാക്കി വീണ്ടും മുന്നോട്ട് വരണമെന്ന ആഗ്രഹമാണ് പിണറായി വിജയൻ ഇതിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. മതവിശ്വാസികളോടുള്ള അടുപ്പം കാണിക്കുന്നതും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ശരണം വിളി ഒരു രാഷ്ട്രീയ പ്രതിരോധ തന്ത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഭക്തരുടെ വോട്ട് കൂടി സമ്പാദിച്ച് വീണ്ടും പിണറായി വിജയൻ, അതായത് മൂന്നാമത്തെ തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന ഒരു കേരളമാണ് അവർ ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും വിശ്വാസികളുടെ വലിയ പങ്കാളിത്തമുള്ള മണ്ഡലങ്ങളിലും ശരണം വിളിയുടെ രാഷ്ട്രീയ പ്രതിഫലനം വളരെ വലിയതാകാം. എന്നാൽ വലിയ രീതിയിലുള്ള വിമർശനം ഇതിനെ തുടർന്ന് ഇടതുപക്ഷ മുന്നണിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം മതേതര ആശയത്തിലുണ്ടായ വിട്ടുവീഴ്ചയാണ്. ഇടതുപക്ഷം മതേതരത്തിന്റെ മുഖം നഷ്ടപ്പെടുത്തുന്നതാണെന്ന വിമർശനം ശക്തമാണ്. രാഷ്ട്രീയ അഭിനയമാണ് അടുത്തത്. ശരണം വിളി മതാനുഭാവത്തിൽ നിന്ന് വരുന്നതല്ല, വോട്ടുകൾ നേടാനുള്ള അഭിനയമാണ് എന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. മൂന്നാമത്തത് വിശ്വാസികളുടെ പ്രതികരണമാണ്. യഥാർത്ഥ വിശ്വാസികൾക്ക് ഇത് രാഷ്ട്രീയ ചതിക്കുഴി എന്ന തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ വോട്ടുകളല്ല, അവർക്ക് അതൃപ്തിയാണ് ഉണ്ടാകാനുള്ള സാധ്യത. പിണറായി വിജയന്റെ ഈ ശരണം വിളി വിശ്വാസത്തിന്റെ പ്രകടനമാണെന്നതിനേക്കാൾ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന നിലയിലാണ് കൂടുതലായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മതവിഭാഗങ്ങളുടെ പിന്തുണ പിടിച്ചുപറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ നീക്കം ഇടതുപക്ഷത്തിന്റെ ആശയപരമായ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമായിട്ട് ഇപ്പോഴും തുടരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തണേ.